എന്നാ ചീത്ത വിളിക്കാത്ത സ്ഥിതിക്ക് കണ്ടിന്യൂ ചെയ്തോട്ടെ. നശിപ്പിച്ച്. ഹലോ, ഞാനിപ്പോൾ വരാം. മേഘ, എനിക്ക് ചെറിയൊരു അർജൻറ് ഉണ്ട്, ഞാൻ പോവാ. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താരോട് പറഞ്ഞാൽ മതി. തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എതുക്ക്? ഞാൻ ആദ്യോട് കാണിക്കുന്ന ഈ അടുപ്പം തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം. നീ അവരോട് അടുപ്പം കാണിക്കുന്നതിന് എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം? എന്തിനാ മേഘ ഉള്ള സ്നേഹം അവന്റെ അടുത്ത് ഇല്ലാന്ന് താനിങ്ങനെ നടിക്കുന്നേ? താരീതി എന്തൊക്കെയാ പറയുന്നേ? മേഘ, തനിക്കൊരു കാര്യം അറിയോ? ഞാൻ ഇവിടേക്ക് വരാനുള്ള റീസൺ തന്നെ താന്. ആദ്യം പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താരെന്തൊക്കെ പറയുന്നേ. എടോ, ആദ്യം ഭയങ്കര ക്യൂരിയോസ് ആയിരുന്നു തനിക്ക് അവനോടുള്ള ഫീലിങ്സ് എന്താണെന്നറിയാൻ. സോ എന്റെ പ്രസൻസ് തന്റെ ഉള്ളിലുള്ള ഫീലിങ്സ് പുറത്തു കൊണ്ടുവരുമെന്ന് അവന് തോന്നിയിട്ടായിരിക്കും എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എനിക്കറിയാം നിങ്ങളുടെ ഒരു അൺഎക്സ്പെക്ടഡ് മാരേജ് ആയിരുന്നു, അതും നിന്റെ സമ്മതം ഇല്ലാതെ അവൻ ചെയ്തത്. ബട്ട് അവന് തന്നോടുള്ള ഇഷ്ടം അവരെ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇനിയെങ്കിലും തനിക്ക് അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? ഞാൻ ഇന്നുവരെ ഇഷ്ടപ്പെട്ടതൊന്നും എന്റെ കൂടെ നിന്നിട്ടില്ല താര. എല്ലാം എന്നെ വിട്ടിട്ട് പോയിട്ടേ ഉള്ളൂ. ആദ്യം അതുപോലെ ആവരുത്. ഇല്ല, അതുപോലെയാണ്. നഷ്ടപ്പെട്ടു പോവും താര. മേഘ, ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു. ഇനി ഒന്ന് ചിരിക്കടോ. താൻ കോൾ അറ്റൻഡ് ചെയ്. എന്തായി ചായ? എപ്പോ? എന്നിട്ട് ഞാനിപ്പോ വരാം. എന്താ താര, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് അപ്പന് പെട്ടെന്നൊരു നെഞ്ചുവേദന, ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാ. എന്നാ താര പോയിട്ട് വാ. അല്ല, ഞാൻ പോയ താനിവിടെ? അതിന് ഞാനിവിടെ തനിച്ചിരുന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. താര പോയിട്ട് വാ. ഇല്ല മേഘ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റില്ല. ഇല്ല, ഞാനിവിടെ തനിച്ചിരുന്നോളാം. ആദ്യോട് ഞാൻ പറഞ്ഞോളാം. താര പോയിട്ട് വാ. എന്നാ ഞാൻ പോയിട്ട് വരാം. ആദ്യം താരനെ വീട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ ബോസ്, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഹലോ ബോസ്, നിങ്ങളവിടെ എത്തിയോ? അയ്യോ, അതിന് ഞങ്ങളവിടെ ഒന്നും പോയിട്ടില്ല. നീയൊക്കെ അവിടെ എന്ത് കാണിച്ചോണ്ടിരിക്കുക? അത് ഈ വണ്ടിയുടെ ബോണത്തിൽ നിന്നേ പുകയൊക്കെ വരുന്നത്. എന്താ ചെയ്യണ്ടേ? കട്ടാക്കിയ ബോസ് എന്താ പറഞ്ഞേ? ബോസൊന്നും പറഞ്ഞില്ല, കോള് കട്ടായി. ചിലപ്പോൾ മെക്കാനിക്കിനെ വിളിക്കാൻ പോയതായിരിക്കും. അതാണ്. ആദി, നമുക്ക് ചിന്തിച്ച് നിൽക്കാൻ സമയമില്ല. നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന ഓരോ തവണയും ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ തീരുമാനങ്ങളാണ് എടുത്തത്. ഇനി എടുക്കുന്ന തീരുമാനം അങ്ങനെ തന്നെ ആയിരിക്കണം. ആദി, നീ ഒന്ന് എത്രയും പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരണം. സിറ്റി ഹോസ്പിറ്റലോ? അവിടെ എന്താ? അത് മേഘ. ഡോക്ടർ വിളിക്കുന്നു. ഹലോ ഹലോ,
ഞാനിപ്പോൾ ചെക്ക് ചെയ്തിട്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ശരിക്കും എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങള് ഗുരുവായൂർ പോയിട്ട് തിരിച്ചു വന്നതായിരുന്നു. അപ്പോൾ മോളവിടെ ബോധമില്ലാതെ കിടക്കായിരുന്നു. എന്തായാലും ഓക്കെ, നമുക്കൊന്ന് ശ്രീയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഡോക്ടർ. ശ്രീ, ആർ യു ഓക്കെ? എന്താ സംഭവിച്ചെന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ദാ ഇവരൊന്നും നോക്കേ. ഇവരെ മനസ്സിലാവുന്നുണ്ടോ? ശ്രീ, ആദി, ഐ തിങ്ക് അവൾ ട്രിഗർ ചെയ്യുന്നത് നിന്നെ കണ്ടിട്ടാ. ഞാൻ ശ്രീ പ്ലീസ് പ്ലീസ് കാം. ആദി പ്ലീസ് ഒന്ന് പുറത്തു പോ, അവളുടെ കണ്ടീഷൻ മോശമാകും. ഞാനെന്താ പുറത്തേക്ക് പോകുന്നേ? ആദി പ്ലീസ്. സെക്യൂരിറ്റി, എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നീ ആരാ? ഷീസ് മൈ വൈഫ്. அண்ணே, இங்க திருப்பரூர் நாட்டிய கலாமண்டலம் எங்க? இங்க நாட்டிய கலாமண்டலமா? அது இங்க അല്ല തമ്പി, അങ്ങ സിറ്റിയിലെത്താ പോണോ? എന്തോന്നാണ് അയാൾ പറയുന്നത്? ഐ തിങ്ക് എന്റെ വീക്ഷണം കറക്റ്റാണെങ്കിൽ നമുക്ക് വഴി തെറ്റി. അല്ലേലെ വഴി പഴച്ച് നിന്റെ കൂടെ ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ വഴി തെറ്റും. ഓ, ഇനി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഡേ, ഇനി അഡ്രസ് ഉള്ളതാണോ അവളുള്ളതാണോന്ന് ഇപ്പൊ എന്റെ ഡൗട്ട്. നീ ഏതായാലും വണ്ടി തിരിക്കി സോപ്പ്. ഓ ഭാഗ്യം, അങ്ങനൊരു കോളേജ് ഉണ്ട്. ഇനി അവളെ തപ്പണ്ടേ? വാ. ഹായ് സാർ, ഗുഡ് മോർണിംഗ്. நீங்க யாரு? சார், ஐம் இவான் ஜேக்கப் ஃப்ரம் கேரளா போலீஸ். போலீஸா? கவலைப்படாத, ஒரு சின்ன விஷயம் பேசணும், அதுக்கு தான் வந்தேன். உங்களுக்கு இந்த பொண்ணு தெரியுமா? அந்த കേസ് വീണ്ടും റീഓപ്പൺ അടിച്ചാ? കേസോ? ഏത് കേസ്? എനിക്കെങ്ങനെ അറിയാം? അവളെ എന്നേക്കാൾ കൂടുതൽ തെറിയുന്നത് സീതാ മാമിന്. നിങ്ങ അവർക്കിട്ട് പേസ്. നാം മാമിനെ കൂപ്പിടുക. ഇതിനു മുൻപും അവളെപ്പറ്റി ഒരുപാട് പേര് അന്വേഷിച്ചിട്ട് പോയതാ. അത് കഴിഞ്ഞൊന്നും ആയില്ല. അവളുടെ പെർഫോമൻസ് പലപ്പോഴും പലർക്കും ഒരു കൗതുകമായിരുന്നു. കാരണം അത്രയും ചെറിയൊരു പ്രായത്തിലെ ഇത്രയൊക്കെ നേടിയെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരായ കാര്യമല്ലല്ലോ. ആ കുട്ടിയുടെ പാരന്റ്സ് ഒക്കെ ഇപ്പൊ എവിടെയാ? നിങ്ങൾ ശരിക്കും എവിടെന്നാ? അവളെപ്പറ്റി ഒന്നും അറിയാതെയാണോ അന്വേഷിക്കാൻ ഇറങ്ങിയത്? അല്ല മാം, ഞങ്ങളുടെ കേസിന് വേണ്ട കുറച്ച് ഡീറ്റെയിൽസ് വേണം. കാരണം പലരും പലതായിട്ടാ പറഞ്ഞു കേട്ടതേ. ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. കേസോ? ഏത് കേസ്? നേരത്തെ അയാളൊരു കേസിനെ പറ്റി പറഞ്ഞത്, നീ ഈ ഓർണത്തെ പറ്റി പറയുന്നു. ഒന്നും മിണ്ടാതിരിക്കുക. അവളുടെ ഫാമിലിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കും അറിയില്ല. അവളുടെ അച്ഛൻ പോലീസിലായിരുന്നു, ശേഷം റിട്ടയർഡായി. അദ്ദേഹം ഒരു ബ്രാഹ്മണനാ, ഇവിടെ തമിഴ്നാട് തന്നെ. അമ്മ ഒരു മലയാളി, പാലക്കാടുകാരി. ആ കുട്ടിക്ക് സിബ്ലിങ്സ് ഒന്നും ഇല്ലായിരുന്നു?
രക്തത്തിൽ പറഞ്ഞ സിബ്ലിങ്സ് ഒന്നും ഉള്ളതായിട്ട് അറിയില്ല. പിന്നെ വിദ്യ എന്നും പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവർ രണ്ടാളും ഒരുമിച്ച് അവിടെ പഠിച്ചത്. ആ കുട്ടി അവളുടെ സിസ്റ്റർ പോലെ തന്നെയായിരുന്നു. അന്ന് ആ ആക്സിഡന്റ് ഉണ്ടായ ടൈമില് ബോഡി കണ്ടെത്തുമ്പോ ശ്രീഹയുടെ പാരന്റ്സിന്റെ കൂടെ വിദ്യയുടെ ബോഡിയും ഉണ്ടായിരുന്നു. ബോഡിയോ? എടാ എടാ ഇവരിതെന്താ? നീ ഒന്നും ഉണ്ടായിരിക്കും. ശ്രീഹയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഡോക്യുമെന്റ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന? ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്തു തരാം. ആ ഷുവർ. മാധു, ഇത് മേഘ എന്നൊരു നിസാര അധ്യായമല്ല. സോറി, ശ്രീഹ അയ്യർ. എടാ, ഇനി നമ്മൾ അവളെപ്പറ്റി ആരോട് അന്വേഷിക്കാനോ? അവളെപ്പറ്റി പറയേണ്ടവർ തന്നെ പറയും. ശ്രേയസ് സാറല്ലേ, മാനവ് സാറിന്റെ ബ്രദർ? അതെ. സാർ എന്താ ഇവിടെ? എനിക്ക് മാനവിനെ ഒന്ന് മീറ്റ് ചെയ്യണം. മാനവ് സാർ ഓപ്പറേഷൻ തിയേറ്ററിലാ. സാർ കുറച്ചുനേരം ഇവിടെ വെയിറ്റ് ചെയ്യൂ. ഓക്കെ. മാധു, വീട് പറയടാ, ആരാ അവള്? മാധു, നീ ഞങ്ങളെ പൊട്ടം കളിപ്പിക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഈ ചോദ്യത്തിന് ഉത്തരം തരേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ആദ്യമാ ഞാൻ ഈ സ്ഥാനത്ത് പ്രതീക്ഷിച്ചത്. ഇവിടെ വച്ചാണ് ഞാൻ ശ്രീയെ ആദ്യമായി കാണുന്നത്. എന്തുവാടെ ഇത്? ലേബർ റൂം ഇങ്ങോട്ട് മാറ്റിയോ? പിന്നെ കാഷ്വാലിറ്റിയിലല്ലേ ലേബർ റൂം. എന്നാലും ആംപ്ലിഫയർ വെച്ച് ഇത്രയും സൗണ്ടിൽ കുറയുന്നവരുടെ. ஐயோ தனு, நீ இந்த மாதிரி அழுவாத. நான் இனி உன்னோட அம்மாவோட சொல்லு. അതേടാ കരഞ്ഞു വെച്ച്. ഗർഭിണിയൊന്നും അല്ലല്ലോ. അതെ, കുട്ടിയാണോ കരഞ്ഞത്? നോക്കി നിൽക്കുക, കരച്ചു നിർത്തണോ കുട്ടി? അതെ സിസ്റ്റർ, നിങ്ങൾ ആ കരച്ചു നിർത്തിയിട്ട് കാര്യം പറയായിരുന്നെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങായിരുന്നു. ആ, എന്നിട്ടെന്താ പറ്റിയേ? നടക്കാൻ പറ്റുന്നില്ല. സിസ്റ്റർ ആ കാലെടുത്തൊന്ന് മുകളിലേക്ക് വെക്കാവൂ. അതൊക്കെ എന്നോടല്ല, അവളുടെ. ആ ബെസ്റ്റ്. എടാ, ആക്ഷൻ അപ്പുറത്താ, ഇത് ഡബിങ് മാത്രമേ ഉള്ളൂ. ജിത്തു, നീ അമ്മതെല്ലാം നോക്കിട്ട് പുറത്തോട്ട് പോയേ. തപ്പാ നിനക്കത്. അവള് ரொம்ப ടെൻസ്ഡാ இருக்கு. നോ പ്രോബ്ലം, നമ്മളിത് എത്ര കണ്ടോ. അല്ല, ശരിക്കും കാലിൽ നിന്നാ പറ്റിയേ? ഇത് കോളേജിൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ സ്ലിപ്പ് പണി താഴെ വീണ്ടേ. അതെന്താ താഴെ നോക്കി നടക്കാൻ അറിയത്തില്ലേ? അപ്പടിയല്ലേ, ക്ലാസ് വിട്ട നേരത്തില് സ്റ്റെപ്പ് നിറയെ കൺജസ്റ്റഡ് ആയിട്ടെ, അത് നേരത്തില് കാല് സ്ലിപ്പായിട്ടെ. ആ, 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാനൊന്ന് വീണതാ. ദേശീയഗാനം കേട്ടപ്പോ നേരെ സ്റ്റെപ്പ് നിർത്തിട്ട് ഒറ്റോട്ടം നിലത്ത് വന്നപ്പോ തന്നെ പടോസ്ക. കാലിന് വരെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇനി ഒരു 10 ദിവസത്തേക്ക് നിലത്ത് കൂത്താൻ പറ്റില്ല. 10 നാളാ? 10 നാളല്ല, ഒരാഴ്ച 3 ദിവസവും. ഇപ്പൊ ഒക്കെ അല്ലേ? അപ്പൊ എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ മുടിയില്ലയാ? ആ, കൊന്തി കളിക്കാൻ അറിയാമെങ്കിൽ ചിലപ്പോ പറ്റും. എന്നെ പൊന്നു വെച്ചേ, അതല്ലേ ഞാനിപ്പോ പറഞ്ഞത് പറ്റൂലെന്ന്. അപ്പോ അമ്മ? അപ്പനോ അമ്മയോ? അമ്മ. എന്നെടുത്ത് സംസാരിക്കും. അരെ ശ്രീ,
நீ எங்க இருக்கு? நான் என்னோட முன்னாடியே சொல்லிட்டேன் 7 மணிக்கு முன்னாடி வீட்டுல வரணும்னு. அம்மா கொஞ்சம் நான் சொல்லன கேளு. ஏன் அம்மா குமா ஓ அப்பா கிட்ட போய் சொல்லு. தேவி நான் சொல்லன கேளு. நான் காலேஜ்ல ஸ்டெப்ல ஸ்லிப் பண்ணி தாழ விட்டேன். கால்ல சின்ன ஃப்ராக்சர் ஆயிடுச்சு. இப்ப ஹாஸ்பிட்டல் தான் இருக்கு. ஏன்னா ஹாஸ்பிட்டலா? அந்த ஹைப் வேண்டாம். இது ஒரு சின்ன ஃப்ராக்சர். சின்ன ஃப்ராக்சரா? அங்க டாக்டர் இருக்கா? ஆமா. ஏன்னா நீ அந்த டாக்டருக்கு போன் கொடு. என்ன? அந்த டாக்டருக்கு போன் கொடு ஸ்ரீ. கொள்ளு. நான் பேசிய மாதிரி தான் பேசு. ഹലോ ആൻറ്റി. ശരിക്കും അവളുടെ കാല് ഫ്രാക്ചർ ആയിടുച്ചാ? ആ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. എത്ര നാളെ റെസ്റ്റ്? 10 ദിവസത്തേക്കാ. ഇത് தப்பானே நீங்க விட்டுடுங்க. அந்த ரெஸ்ட் ஒரு 1 மந்த் கழிச்சு தருமா? எட டாக்டர் பையா அது வந்து என் குழந்தையோட நான் நிறைய தவணை சொன்னிட்டேன். எடா வீட்லிரின்னு. ஆனா அவக்கு ஏது நேரம் ஆடணும் பாடணும். என்னடா நான் அவளோட அம்மா தானா? എനിക്ക് എൻ പുള്ളെ പാക്കണ്ടുവാ. ആൻറ്റി ഐ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. പക്ഷേ 1 മാസം ഇച്ചിരി കൂടുതലല്ലേ? ഒരു 2 ആഴ്ചയാക്കി തന്നാ മതിയോ? പോതും അതിമാ പോതും. 2 ആഴ്ചയാക്കാം. അമ്മ എന്നെ കേട്ടെ? അല്ല ഒന്നും പറഞ്ഞില്ല. വീട്ടിൽ വന്നാലും നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ടാബ്ലറ്റൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ കുളിക്കുമ്പോൾ ഇത് നനയാൻ നോക്കണേ. അപ്പോൾ ഇനി 14 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. 14? കണക്കൂട്ടിയപ്പോൾ തെറ്റിപ്പോയതാ. 10 അല്ല 14. ശരി എന്നാ. 14 നാൾക്ക് വീട്ടിലോ? കൃഷ്ണ ഫുഡ് ആയിடுச்சு. ഞാൻ വരാം. ശ്രീ ബാ ഫുഡ് ആയിடுச்சு. ശ്രീ நான் உன்னோட தான் கேட்டேன் ஃபுட் ஆயிடுச்சுன்னு. அம்மா நான் வரேன். പിന്നെ எதுக்கு நீ அந்த புக்ல பார்த்துட்டு இருக்க? அடடா தேவி என்னடா விஷயம்? எனக்கல்ல ஓ ராசாத்திக்கு தான் விஷயம். எவ்வளவு நேரம் அவளை சாப்பிடுக்கு அவளை வச்சுட்டு இருக்கு. அப்பா நான் வராம சொன்னிட்டேன். தேவி நீ உள்ள போ. உள்ள போடி. என்ன கண்ணா சாப்பிட வேண்டையா? அப்பா நான் வரேன். ஒரு 5 minutes அவ்வளவுதான் போதும். நீ முடிச்சதுக்கு அப்புறம் வா. ശ്രീഹ ഇപ്പൊ കാലിനെങ്ങനെയുണ്ട്? താൻ ഉഷാറല്ലേ? പിന്നെന്താണ് മാഡം മുഖത്തിനൊരു തെളിച്ചില്ലാത്തത്? അമ്മ പറയുന്ന കേട്ടു ഡോക്ടർ 14 ദിവസം റെസ്റ്റ് എഴുതിയതല്ലേ? അമ്മ പറയുന്നത് കേട്ടോ. 14 ദിവസം റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഈ കാലിനെ തൂത്താൻ പറ്റില്ലായിരുന്നേ. നിജമാവുന്ന നമ്പിക്കയില്ലേ? അല്ല ഇത് ഡബിങ് ആർട്ടിസ്റ്റ് വന്നില്ലേ? അവള് പുറത്ത് വെയിറ്റ് பண்ணிட்டு இருக்கு. நீ கூப்பிடணுமா? അയ്യോ വേണ്ട. ലെഗ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാമല്ലോ അല്ലേ? തുള്ളിയെ ചാടിയെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യേ എന്ത് വേണേലും ചെയ്തു. താങ്ക് യു ഡോക്ടർ. ആയിക്കോട്ടെ.
അല്ല മാഡം, നമ്മളിനി കാണുമോ? മേ ബി ഓർ മേ നോട്ട്. അതെന്താ അങ്ങനെ ഒരു റിപ്ലൈ? എന്റെ കോളേജ് ഈ ഹോസ്പിറ്റലിന്റെ അപ്പുറത്താ. ആ ഇതാര്? ആക്ടറും ഡബിങ് ആർട്ടിസ്റ്റും. ഡബിങ് ആർട്ടിസ്റ്റാ? അത് ആര്? അത് അവന്റെ അച്ഛൻ. ആ? ജിത്തു നോ. നമുക്കൊരു കോഫി പറഞ്ഞാലോ? ഇല്ലേ, ബസ് വരക്ക് ടൈം ആയിடுச்சு. ഓ ആണോ? തന്റെ വീട്ടിലേക്ക് കിടന്ന് കുറെ പോണോ? ആ, ഒരു 2 കിലോമീറ്റർ. ഓ അത്രേ ഉള്ളൂ. എന്ത് കൊണ്ടാക്കാൻ പ്ലാൻ ഉണ്ടോ? എന്നാ ശരിടോ, നിങ്ങൾ വിളിക്കോ. ഏയ് ശ്രീ. ഇത് ആര്? ഡോക്ടറാ? അതെ, ഞാൻ ഡോക്ടറാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇടക്കിടയ്ക്ക് ഡോക്ടർ ഡോക്ടർ എന്ന് വിളിച്ച് ഓർമ്മപ്പെടുത്തണമെന്നില്ല. ഓ സോറി സോറി. ഡോക്ടർ പേരെന്നാ சொன்ன? അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ ഇപ്പൊ ചൊല്ലു. മനു. മനു ഒന്ന് വിളിക്കും. അല്ല മനു, நீங்க ഇവിടെ என்ன பண்ணிட்டு இருக்கு? ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ലീഡർഷിപ്പിൽ ഇവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്നതാ. ഓ அப்படியா? നിങ്ങൾക്കിപ്പോ ക്ലാസ് ഇല്ലേ? ക്ലാസ് முடிஞ்சிட்டே. ആ മനു, നമുക്കൊരു കോഫി കുടിച്ചാലോ? അന്നത്തെ സങ്കടം തീർക്കാനോ? ആ അത് കൂട്ടിക്കോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ നല്ല കമ്പനി. എനിക്കവിടെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് പറയാവുന്ന ഒരാളായിരുന്നു ശ്രീ. ഹലോ ശ്രീ, നീ എവിടെയാ? ഞാൻ കോളേജിൽ தான் இருக்கு. என்னாச்சு? അത് എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു. പറ്റുമോ? നീ ഇപ്പൊ എങ്ക இருக்கு? ഞാൻ ഇവിടെ സ്കൈ ഗ്രൂവില്. ആ നീ അങ്കത്താ വെയിറ്റ് பண்ண, ഞാൻ வரேன். என்ன എമർജൻസിയാ பார்க்கணும் சொன்ன? ശ്രീ, നിന്റെ പരിചയത്തിലൂടെ റെന്റിന് വീട് വല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ടോ? റെന്റിന് വീടാ? ഇപ്പൊ ഇതൊക്കെ ഞങ്ങൾ താമസിച്ച അപ്പാർട്ട്മെന്റിലെ ഓണർ ഭയങ്കര പ്രശ്നം. ഓ அப்படியா? எனக்கு இங்க ரெண்டின வீடு. ஸ்ரீ, உன்னோட வீடு நல்லா இருக்குங்களா? என்னோட வீடா? ஆ அந்த வீடு മോള്. അത് ശരിയാവല്ലേ. என்ன നീ ഒന്ന് അപ്പ വിളിച്ച് കൂപ്പിട്. ഇല്ല വിദ്യ, അത് ശരിയാവല്ലേ. ശ്രീ, പറ്റില്ലെങ്കിൽ വേണ്ട. ഇല്ല മനു, ഇത് അപ്പടിയല്ലേ. ഇതൊരു ഇല്ല, ഞാൻ ഒന്ന് அப்பா கிட்ட சொல்லிட்டு. மனு, அந்த இடம் உன்னோட அப்பார்ட்மெண்ட் மாதிரி லக்ஸரியான இருக்காது. ஆனா உங்களுக்கு அது ஓகே ஆனா என் கூட வா. എന്റെ പൊന്നു ശ്രീ, സമാധാനമുള്ളൊരു സ്ഥലം കിട്ടിയാൽ മതി. ലക്ഷറി എന്നൊരു വിഷയമേ ഇല്ല. എന്നാ വാ. இதுதான் என்னோட அப்பா கிருஷ்ணன். இது என்னோட அம்மா தேவி. இவன் தானே அந்த டாக்டர் பையன்? ஆமா, உன்னை நான் எங்க பார்த்த மாதிரியே இருக்கு. എന്നെയോ? എവിടെ? அது தெரியல, விட்டுடு. அம்மா பார்க்காத யாரும் இருக்காது. அதுதான். அந்த பையனுக்கு ரூமு காட்டி கொடு. உனக்கு இந்த ரூம் போதும்? ഓ ധാരാളം. ஏன்னா நீ இந்த லக்கேஜ் எல்லாமே செட் பண்ணு. நான் கீழே போய் அப்பா கிட்ட பேசிட்டு வரேன். നീ അച്ഛമ്മോളാണല്ലേ? நானும் தேவியும் சேரல, அதுக்குதான். அப்பா, தேவிக்கு ஏதாவது டவுட் இருக்கா?
നീ சொன்ன மாதிரி விஷயம் இல்லை. இல்லப்பா, நான் ஒத்த தவணை அவரை பார்த்த டைம்ல கரெக்டா லட்சணம் மாதிரி இருக்கு. அந்த நேரத்துல എനിക്ക് മനസ്സിലായി അത് മാനവതാണെന്ന്. ഇത്ര വർഷമായിടിച്ചില്ലയാ അവൾ അതേപ്പറ്റി എങ്കിട്ട് ഒന്നുമേ കേൾക്കില്ലേ. മാത്രല്ല ശ്രീ, നിന്റെ കയ്യിൽ മഹി തന്ന ഫോട്ടോ എല്ലാം ഇരിക്കില്ല, അവരുടെ പുതിയ ഫോട്ടോസ് എല്ലാം. അതുകൊണ്ട് അവനെ നിനക്ക് പാത്ത മാതിരിയെ മനസ്സിലായത്. ஆனா தேவி அவனை பார்க்கும்போது அவனை 6 months கூட ஆகாது. ये करना चाहिए. कोई मनुने கூட்டி வா. നമുക്ക് சாப்பிட வேண்டையா? ആ, நான் ആരെ കൂട്ടി വരാം. ആ, നീ എഴുന്നിട്ടേനാ? ഉനക്ക് ടീ വേണ്ടേ കണ്ണാ? ഞാൻ ശ്രീ വന്നിട്ട് കുടിച്ചോളാം. അവള് വന്നിട്ട് സാപ്പിടാ ഇരുന്നാ നീ 12 മണി ആയിടിച്ചിലും സാപ്പിടേ ഇല്ല. അപ്പോൾ അവൾ എഴുന്നേറ്റില്ലേ? ആ, എനിക്ക് തെരിയലേ, അന്ന മുറിയിലെങ്കും ഇருக்கு. എന്നാൽ ഞാൻ പോയി അവളെ വിളിച്ചിട്ട് വരാം. ആ, അത് താ ഉനക്ക് നല്ലത്. ശ്രീ, ഇവള് നടപ്പോയി. ഓ, കുളിക്കുകയാണോ? ഓ, ഇവൾക്ക് ഡയറി ഒക്കെ എഴുതുന്ന ശീലമുണ്ടോ? ആദിയുടെ ഫോട്ടോ ശ്രീയുടെ കയ്യിൽ എങ്ങനെ? അച്ഛനോ അമ്മയോ? ആരോട് ചോദിച്ചിട്ടാ നീ എന്റെ റൂമിൽ കയറിയത്? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ശ്രീ, ഞാൻ നിന്നോടാ ചോദിക്കുന്നേ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥമെന്ന്? അവളോടൊന്നും ചോദിക്കണ്ട, അവൾക്കൊന്നും അറിയില്ല. നിനക്കറിയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു തരാം. മഹേച്ചൻ ഇവിടെ? ഹയർ സ്റ്റഡീസിന് വേണ്ടിയാണ് ഞാനും മതവും ആദ്യമായി ഇവിടേക്ക് വരുന്നത്. എല്ലാത്തിനും ഒപ്പം കൂടുന്ന ജാനകി വാശി പിടിച്ച് ഇതിന് ഞങ്ങളുടെ ഒപ്പം കൂടി. അവൾക്കിവിടെ ഡിഗ്രിക്കും ഞങ്ങൾക്കിവിടെ PGക്കും അഡ്മിഷൻ എടുത്തു. എങ്ക பார்த்தாலும் ഒരേ മാതിരി ഇருக்கு. എങ്ക പോണെന്ന് തിരിയതേ ഇല്ല. ഹലോ, ആ എന്നതാനാ? ആ അതെ, ന്യൂ ജോയിൻ ആണോ? അതെ, എങ്ക பார்த்தாலும் ഒരേ മാതിരി ഇருக்கு. ഡിപ്പാർട്ട്മെന്റ് എങ്കിന്ന് തെറിയവേ ഇല്ല. ആ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തിരക്കി നടക്കുക. നിങ്ക ഏത് ഡിപ്പാർട്ട്മെന്റ്? ഞങ്ങൾ BA പൊളിറ്റിക്സാ. ഓ, നാനും അത് താനേ. ഓ, അപ്പൊ നമ്മൾ ക്ലാസ്മേറ്റ്സാ. പേരെങ്ങനെയായിരുന്നു? പേര് കൃഷ്ണൻ, ഇത് ജയ്മാധവ്, ഞാൻ മഹാദേവൻ. ഓ, അപ്പൊ നിന്റെ വീട് ഇവിടെ തന്നെയാണല്ലേ? ഇല്ല, എന്റെ ശരിക്കും നാട് പാലക്കാടാ. ഇവിടെ ഞാൻ എന്റെ അമ്മാവന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അമ്മാവനൊരു മോളുണ്ട്, അവളിവിടെ തന്നെയാ പഠിക്കുന്നേ, നമ്മുടെ ക്ലാസ്സിൽ. എന്നിട്ട് ആളെന്താ ഇന്ന് വന്നില്ലേ? ഇല്ല, അവൾക്ക് വയ്യാതിരിക്ക. അല്ല, ജാനു എന്താ ക്ലാസ് തുടങ്ങിയിട്ട് ക്ലാസ്സിന് വരാൻ വൈകിയേ? എന്റെ ഏട്ടൻ ഇവിടെ തന്നെയാ PGക്ക് അഡ്മിഷൻ എടുത്തേ, അപ്പൊ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരാൻ വൈകി. ഓ, നേരാ, PGക്കാർക്ക് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ? ആ, അത് ജാനു അല്ലേ? ഇത്ര പെട്ടെന്ന് നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയോ? അതാ, നമുക്ക് ആകെ അവക്കായിക്കൂടെ? അതും നേരാ. അത് യാര്? ഇവന്റെ സിസ്റ്ററാ, എന്റെ ഭാവി വധു. ഓ, അപ്പിടിയാ. ഉന്നോட ജാനകിയുടെ കൂടെ ഇരിക്കുന്ന യെല്ലോ ചുരിദാർ ഇല്ലയാ, അത് എന്നോட സിസ്റ്റർ യശോദ. അല്ല, യേശു ആരോടും മിണ്ടില്ലേ? അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നേ. അവള് ചില സമയം ഇൻട്രോവേർട്ടാ. യശോദയുടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ബ്ലൂ ചുരിദാറില്ലേ, അതാരുടെ സിസ്റ്ററാ? അത് തെരിയല്ലേ, എന്താ യെല്ലോ എന്നോட സിസ്റ്റർ താ. മാധവാ, ചുമ്മാ അറിഞ്ഞിരിക്കാൻ ചോദിച്ചതാ. ജാനിമോളെ, എന്താ ഏട്ടാ? യശോദ അല്ലാതെ നിങ്ങളുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായില്ലേ, അതേതാ? അത് ലച്ചു, എന്റെ പുതിയ ഫ്രണ്ടാ.
നാളെ ചെല്ലുമ്പോൾ ഞാൻ തിരക്കെന്ന് പറഞ്ഞേക്കേ. എന്തിന്? ചുമ്മാ. അവളുടെ അപ്പന് സ്വന്തമായിട്ട് ട്രാക്ടറൊക്കെ ഉണ്ട്. അതിന് മര്യാദക്കല്ലാതെ നെഞ്ചത്തൂടെ കയറും. അത് സാരമില്ല. എന്നാലൊരു കൗണ്ടറെ അമ്മാച്ചിനോട് കിട്ടത്തില്ലേ? തന്ത ഒന്നായിപ്പോയി, അല്ലെ തന്തയ്ക്ക് വിളിക്കായിരുന്നു. മോളെ ജാനു, പറയാൻ മറക്കല്ലേ. അല്ല യേശു, നിങ്ങളുടെ പേരെന്താ ഇങ്ങനെ? ഏട്ടന്റെ പേര് കൃഷ്ണൻ, നിന്റെ പേര് യശോദ. ശരിക്കും കൃഷ്ണന്റെ അമ്മയല്ലേ യശോദ? ഹാ, എനക്ക് തെരിയല്ലേ. എന്തായാലും നല്ല ചേർച്ചയുണ്ട്. നീ മലയാളം എങ്ങനെയാ പഠിച്ചേ? അത് കിച്ചു പാർട്ട് ടൈം ജോബിന് പോകുന്ന ഇടത്തില് നിറയെ മലയാളീസ് ഇருக்கு. അവരുടെ അടുത്തുനിന്ന് പഠിച്ചതാ. എന്റെ എല്ലാ കാര്യവും കിച്ചു തന്നെയാ നോക്കുന്നത്. കിച്ചുവിന്റെ വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഡാൻസർ ആവണമെന്ന്. ഷോ, നീ പറയുന്ന കേട്ട് കൊതിയാവുന്നു. എനിക്കുണ്ടൊരു ചേട്ടൻ. ജാനു, നീ ഏട്ടനെ വിളിച്ചോ? അല്ലെങ്കിൽ മരിച്ചാലും വരാത്തായിട്ടാ. ഇപ്പൊ സ്മരിച്ചപ്പോ വന്നേക്കുന്ന കണ്ടില്ലേ? ലച്ചോടെ പോയി. അവളും ദേവിയും കൂടെ ലൈബ്രറിയിൽ പോയി. എന്നിട്ട് ദേവി കൃഷ്ണന്റെ അടുത്ത് ഇരിപ്പുണ്ടല്ലോ. എന്നാൽ വെച്ച് ലൈബ്രറി കാണും. എന്താ ഞാൻ ഒന്ന് ലൈബ്രറി വരെ പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. യശുമോളെ, നീ ഫുഡ് കഴിച്ചായിരുന്നല്ലോ അല്ലേ? ആ എന്നെ നിന്റെ ഏട്ടൻ നിന്റെ കാര്യം കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ, ദേവി പോലും. പക്ഷെ എന്റെ ഏട്ടനെ കണ്ടില്ലേ, ലച്ചൂന്ന് കേട്ട പിന്നെ ആ വഴിക്ക് നോക്കണ്ട. അതിന് നിന്റെ കാര്യം നോക്കാൻ മഹിയില്ലേ? അങ്ങോട്ട് ചെന്നാ മതി. ഏതേലും ബുക്കിന്റെ ഇടയിൽ കാണും. അല്ല യേശു, നിനക്ക് നെക്സ്റ്റ് വീക്ക് അല്ലേ പ്രോഗ്രാം? അതെ. നിനക്ക് ടെൻഷൻ ഉണ്ടോ? എന്നിട്ട് പ്രോഗ്രാം ചെയ്യാൻ എനിക്ക് ടെൻഷൻ ഇല്ല. പക്ഷെ ഞാൻ ആദ്യമായ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നേ, അതിന്റെ ടെൻഷനുണ്ട്. ഏയ്, അതൊന്നും ഓർത്ത് നീ പേടിക്കേണ്ടാന്നേ. അതൊക്കെ സിമ്പിളാ. അതെ, യശു പ്രോഗ്രാമിന് വേണ്ടി മുംബൈയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് കൂടിയാലോ? ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ വേറൊന്നുമല്ല ഉദ്ദേശിച്ചത്. നമുക്കെല്ലാവർക്കും കൂടെ ഒരു ട്രിപ്പ് പോവാന്നാ. ട്രിപ്പോ? അതിപ്പോ എങ്ങനെ? യശുവിന് പോകാനുള്ള ഫ്ലൈറ്റ് വൈകുന്നേരം 6 മണിക്കാ. അതുകൊണ്ട് നമുക്ക് രാവിലെ മുഴുവൻ സമയമുണ്ട്. ആ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്തിട്ട് അവളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരാം. എനിക്കൊക്കെ. ദേവ് വരുന്നില്ലേ? എന്നപ്പ വിടില്ല. നിങ്ങൾ അവളുടെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട, അത് ഞാൻ നോക്കോളാം. അവള് വരും. അപ്പൊ ഓക്കെ. നോട്ട്സ് വാങ്ങിക്കാനെന്നും പറഞ്ഞല്ലേ നിങ്ങൾ വീട്ടിൽ നിന്ന് പോന്നേ? എന്നാ ശരി, വേഗം പോയി വീട്ടിൽ കയറ്. കിച്ചു, എടാ, ഫ്ലൈറ്റിന് സമയമായി. അന്ന് യശുവിനെ വിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോ രാത്രി ഒരുപാട് സമയമായി. അതുകൊണ്ട് തന്നെ ലച്ചുവിനും ദേവിക്ക് വീട്ടിലേക്ക് പോകാൻ നല്ല പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ലച്ചുവിന്റെയും ദേവിയുടെയും കാര്യം വീട്ടിലറിഞ്ഞു. ദേവിയുടെ വീട്ടുകാർ അവളുടെ പഠിപ്പ് നിർത്തി. അവളുടെ മാമനുമായിട്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചു. ഒടുവില് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോ കിച്ചു അവളുമായിട്ട് അവിടെ നിന്ന് പോവാൻ തീരുമാനിച്ചു. ഒപ്പം ഞങ്ങളും. യശോദ വരുമ്പോ അവളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാന്നായിരുന്നു മനസ്സില്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ പിന്നീട് ഒരിക്കലും യശോദ ഞങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നില്ല. യശോദാമ്മ എവിടേക്കാ പോയത്? അതിനെപ്പറ്റി ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അവസാനം കിട്ടിയത് ഞങ്ങൾ കൊടുത്ത കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ തന്നെ എഴുതി ഉണ്ടാക്കിയ ഒരു കത്തായിരുന്നു.
അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ അവൾ പോകുന്നു. ചുനും അതുപോലെ ഞങ്ങൾക്കും അതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എല്ലാവർക്കും ഒരു മാറ്റം അനിവാര്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുള്ളിലേക്ക് മാറിയ ഒരു ഗ്രാമത്തിൽ ചെറിയൊരു വീടെടുത്തു. അവിടുന്ന് പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്തു. ലച്ചു, എടി നല്ല മഴക്കോളുണ്ട്, കറണ്ട് പോകും മുമ്പ് കൊച്ചിനെ കൊണ്ട് കുളിപ്പിച്ചേ. അതിന് നിങ്ങളുടെ മോൻ ആദ്യം ഇതൊന്ന് കഴിച്ചു കഴിയണ്ടേ? കുറെ നേരമായി ചർക്ക ഇതുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോ ഞാൻ ഇവനെ കഴിപ്പിക്കുകയാണോ ഇവൻ എന്നെ കഴിപ്പിക്കുകയാണോ എന്ന് എന്റെ ഡൗട്ട്. ചെറിയവനെന്താ ലച്ചു? അതാ ജാനുവിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാനും ജാനിയും ചിലപ്പോ നാട്ടിലേക്ക് പോകും. എതുക്ക്? എടാ, മാരേജ് കഴിഞ്ഞിട്ടാകെ ഒരു തവണയല്ലേ നാട്ടിൽ പോയുള്ളൂ. അതും ശരിയാ. പോകുവാണെങ്കിൽ ദേവിയുടെ ഡെലിവറി കഴിഞ്ഞ് എന്തായാലും ഞങ്ങൾ പോകുള്ളൂ. അതെ, വന്നേ, ഫുഡ് കഴിക്കാം. ഓഹ്, നാശം പിടിക്കാൻ കറണ്ടും പോയി. ഇതാരാ ഈ സമയത്ത്? യശോദ. സ്വന്തം ഏട്ടനെ വഞ്ചിച്ചിട്ട് പോയൊരു പെൺകുട്ടിയുടെ കുറ്റബോധമായിരുന്നില്ല അവളുടെ മുഖത്ത്. മറിച്ച് ആരോടൊക്കെയുള്ള ഭയവും ദേഷ്യവും ഒക്കെ കലർന്നൊരു വികാരമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാവകാശം പോലും അവൾ തന്നില്ല. മഹിയേട്ടാ, ഞാൻ ഇനി എത്ര നേരം ജീവനോടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാനിവനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുക. എൻ്റെ ഏട്ടൻ്റെ കയ്യിലാണെങ്കിൽ കൂടെ അയാൾ അവനെ തേടിയുടെ വരും. ഒരിക്കലും അയാൾക്കത് കിട്ടാൻ പാടില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇരുട്ടിലേക്ക് മറയുന്നവളെ നോക്കി നിൽക്കാൻ മാത്രം ഞങ്ങൾക്കായുള്ളൂ. കാരണം എതിരാളുള്ള ശക്തി ഞങ്ങൾക്ക് അറിയാമായിരുന്നു. യശോദാമ്മ ഏൽപ്പിച്ച കുഞ്ഞിപ്പോ എവിടെയുള്ളത്? ആദി? നോ, എയ്തർ ലൂക്ക് ബെഞ്ചമിൻ ലൂക്കസ്, സൺ ഓഫ് ലൂക്ക് ബെഞ്ചമിൻ ലൂക്കസ്. എടാ, അപ്പോ ലൂക്ക് വരുന്നത് ആദിക്ക് വേണ്ടിയാണോ? യെസ്, ഇതൊന്നും ആദ്യം അറിയാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്. പക്ഷേ ഇനി ഇതെല്ലാം അവസാനിപ്പിക്കണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണം. ഇതിനിടയിൽ മേഘയുടെ അല്ല, ശ്രീയുടെ പാരൻസിന് എന്താ സംഭവിച്ചത്? ലൂക്ക് തന്ന ഫസ്റ്റ് അലേർട്ടായിരുന്നു അവർക്കുണ്ടായ ആക്സിഡൻറ്റ്. ആ കൂട്ടത്തിൽ ശ്രീയും ഉണ്ടായിരുന്നു. പക്ഷേ അവളെങ്ങനെയോ രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു അയാളുടെ അടുത്ത ടാർഗറ്റ് ശ്രീ ആയിരിക്കുമെന്ന്. അതുകൊണ്ടാണ് അവളുടെ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്തത്. അന്ന് ഞങ്ങൾ ശ്രീയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇതിങ്ങനൊന്നും ആവില്ലായിരുന്നല്ലേ. നിങ്ങളവളെ കണ്ടില്ലായിരുന്നെങ്കിൽ കൂടി അയാൾ അവനെ തേടി ഇവിടെ വന്നേനെ. കാരണം അയാൾക്ക് അവൻ കൂടിയേ തീരൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അവളൊന്നും ചെയ്യരുതെന്ന്. അതി ഞാനെന്ത് ചെയ്തതെന്ന് നീ പറയുന്നേ? ആരെ കാണിക്കാനായി നാടകം? താൻ പറഞ്ഞ കഥ ഞാൻ പച്ചവെള്ളം തൊടാതെ വിശ്വസിച്ചെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? താൻ ഇതിനെ റിഗ്രറ്റ് ചെയ്യും ഡാഡ്. ശ്രീഹയുടെ പുതിയ അപ്ഡേറ്റ് എന്താ? ബോസ്, നൗ ഷീ വാസ് അഡ്മിറ്റഡ് ടു ദ സിറ്റി ഹോസ്പിറ്റൽ. ഡാമിറ്റ്, അവളെ കെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ബട്ട് ബോസ്, നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല. സ്റ്റോപ്പ് ഇറ്റ്. അവൾക്ക് വേണ്ടി അവൻ ഇപ്പം ഈ ഡിസിഷൻ എടുത്തത് പോലും. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ അവൻ ഇനി നമ്മുടെ കൂടെ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അന്വേഷിക്കുക. ഹേ, വെൽക്കം മൈ ഗ്രേറ്റ് ഫാദർ ഇൻ ലോ. എന്തിനാ ഈ ഡ്രാമ? ഞാൻ പറയുന്നതിന് മുന്നേ
അവൻ എന്നെ അറിയായിരുന്നു. ഐ ആം റൈറ്റ്? ഓഫ് കോഴ്സ്. ബിക്കോസ് വ്യാസൻ പറഞ്ഞ മഹാഭാരതവും എംടി പറഞ്ഞ രണ്ടാവൂഴവും രണ്ടും രണ്ടാ, എൻറ്റോർലി ഡിഫറെൻറ്റ്. എന്താ നിന്റെ ഉദ്ദേശം? എന്താ നിനക്ക് വേണ്ടേ? നിനക്ക് വേണ്ടത് തന്നെയാണ് എനിക്കും വേണ്ടത്. എയ്തർ. ശ്രീ, നീ ആരോടെ കളിക്കുന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തതേ ഞാനാ. നീ എന്നെ തേടിയല്ല, ഞാൻ നിന്നെ തേടിയാ അവിടേക്ക് വന്നത്. ഓ റിയലി? ഐ അപ്രീഷിയേറ്റ് യുവർ കോൺഫിഡൻസ്. ബട്ട് നിന്നെ കൊണ്ട് തന്നെ ഞാൻ അവനെ നേടും. യാ, എന്നെ കൊണ്ട് തന്നെ ഞാൻ അവനെ നേടും. ശ്രീ, എന്താ നിന്റെ മനസ്സിൽ? അയാൾ നീ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് വേണ്ടതോ അതാ. ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അയാൾ അറിയണം. നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കും. പക്ഷേ ആദ്യം അവന് നമ്മൾ യൂസ് ചെയ്യല്ലേ? എനിക്കറിയില്ല. ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ പോകാൻ നോക്ക്. ഞാൻ ചെയ്യുന്നതെല്ലാം നമുക്ക് വേണ്ടിയുള്ള ശരികളാണ് ആദ്യം. ഡോക്ടർ! അയാൾ പറഞ്ഞ ആദ്യം ആ കഥകളൊക്കെ അറിഞ്ഞ അത് വേറൊരു രീതിയിലായിരിക്കും. സോ അതിനു മുമ്പ് അവൻ എല്ലാ സത്യങ്ങളും അറിയണം. അതിനിപ്പോ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? ഹലോ അങ്കിൾ, ആദ്യം ഇപ്പം തനിച്ച ഇതാ ബെറ്റർ സിറ്റുവേഷൻ. യു ഡു ഇറ്റ്. ശ്രീ, നിനക്ക് ഇവിടെയൊക്കെ നന്നായി പിടിച്ച ലക്ഷണം കാണുന്നുണ്ടല്ലോ. എങ്കി വാ, ഇതിൽ എത്തിച്ചിട്ടുള്ള സാധനം കാണിച്ചു തരാം. ആദി, നിനക്ക് വേണ്ടിയാ അവളുടെ പാരൻസ് അവളുടെ ലൈഫ് പോലും സാക്രിഫൈസ് ചെയ്തത്. അവൾക്കിനി നീ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു ഒഫീഷ്യൽ മാരേജ്, നിനക്ക് എന്താ ആവശ്യമുള്ളത്? അങ്കിൾ, അവൾക്ക് നേരത്തെ ആദ്യയോട് ഫീലിങ്സ് ഉണ്ടായിരുന്നു. She is obsessed with him. ഹേ ശ്രീഹ അയ്യർ, വെൽക്കം മൈ ഡിയർ. എന്നത് ദ ഡാർക്ക് വൈബ് സെറ്റപ്പ്. ഇത് കണ്ട് ഞാൻ പേടിക്കുന്നു വിചാരിച്ചിട്ടാണ്. ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് പേടി തോന്നുന്നു? ആദ്യം ഉള്ളിടത്തോളം നീ എന്നെ ഒന്നും ചെയ്യില്ല. ഇനി ഒരു പക്ഷെ എന്തെങ്കിലും സംഭവിച്ച നീ വിചാരിക്കുന്നൊന്നും ആയിരിക്കില്ല നടക്കുന്നത്. നിനക്കെന്താ അവൻ്റെ കാര്യത്തിൽ ഇത്ര കോൺഫിഡൻസ്? നീ അത്രത്തോളം അവൻ ഇൻഫ്ലുവൻസ് ചെയ്തു. Your countdown starts now. ആദി, നീ പോയ ആളെ നോക്ക്, ഞങ്ങൾ നോക്കും. മോനെ ആദി, നീ ഇവിടെ ട്രസ്റ്റ് ചെയ്യരുത്. ഇവള് നാടകം കളിക്കാം. അപ്പോൾ ഇവള് ഡ്രാമ കളിക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവള് പറഞ്ഞൊന്നും സത്യമായിരിക്കില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മ എവിടെ? അമ്മ
ഇവള് പറഞ്ഞതെല്ലാം കള്ളമാണെങ്കിൽ നിങ്ങൾ എന്തിനാ എൻ്റെ അമ്മയെ കൊന്നത്?